ഹലോ ഗൈസ്, മല്ലുട്ടേക്കാണ്. ഓക്കെ, ഈ ഒരു ന്യൂസ് എത്ര ആൾക്കാർ കണ്ടിട്ടുണ്ട്? ഇത് കുറച്ച് മുന്നുണ്ടായ ന്യൂസാണ്. ഓക്കെ, അതായത് അതുല്യയുടെ മരണം, തലയിൽ പ്ലേറ്റ് വെച്ച് അടിച്ച മുറിവ്, കഴുത്ത് ഞെരിഞ്ഞ് മരണം, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ. ഓക്കെ, അതായത് 46 മുറിവുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ മെജോറിറ്റി മരണത്തിന് തൊട്ട് മുമ്പ് ഉള്ളതാണ് കാണിക്കുന്നത്. അതായത് ഇവളുടെ ഭർത്താവ് ഇവിടെ കൊന്നതാണ്. ആ വീഡിയോ തന്നെ പറയുന്നുണ്ട് ഓനെ വിട്ടുപോയി കഴിഞ്ഞാൽ കുത്തിക്കൊല്ലുന്നു, കത്തിച്ചൊല്ലുന്നു എന്തൊക്കെയായിട്ട്. അപ്പം ഇത് പെണ്ണിൻ്റെ ഫാദർ പറഞ്ഞ കാര്യം ഇതാണ്. എന്താ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടെന്ന് അറിയുന്നു. അപ്പം പിന്നെ എന്താ കുടുംബത്തിൻ്റെ മാനം നോക്കി കുത്തിരുന്നു. അവനൊക്കെ ഒരു തന്തയാണ്. ഇവന് മകള് ചത്താലും വേണ്ടില്ല എന്നുള്ളത്. മകള് ചത്താലും വേണ്ടില്ല, സൊസൈറ്റീൻ്റെ മുന്നിൽ വീട്ടുകാരെ മാനം അതാണ് വലുത് എന്നുള്ള ഒരൊറ്റ ചിന്തയിലാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പം തന്നെ കല്യാണം വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മകള് സന്തോഷമായിട്ട് വേറെ ആരെയും കല്യാണം കഴിച്ചിട്ടുണ്ടാവും, സുഖമായിട്ട് ഇപ്പോൾ ജീവനോടെ ജീവിച്ചിട്ടുണ്ടാവും. ഇത് എന്ത് പനൊക്കെ ചെയ്യേണ്ടത്? എത്ര ഇതാക്കിയാലും ഇപ്പന്മാർ പഠിക്കില്ല എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളുടെ ചിലപ്പോൾ ഇനിയിപ്പം എന്താ സ്റ്റാറ്റസും ജാതിയൊക്കെ നോക്കി കെട്ടിച്ച് വിട്ടതാകും. ജോലിയല്ലേ, ദുബായിൽ ജോലി എന്നൊക്കെ പറഞ്ഞപ്പോൾ കെട്ടിച്ച് വിട്ടതോ. നാട്ടിൽ ജോലിയുള്ള സ്നേഹിക്കാൻ പറ്റണ സാമ്പത്തികം കുറവായിട്ടുള്ള ആൾക്കാരൊക്കെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം അതൊന്നും പറ്റൂല. അപ്പം എന്തേ പറ്റുള്ളൂ? പുറത്തുള്ള ആൾ മാത്രമേ പറ്റുള്ളൂ. നല്ല സാമ്പത്തികം വേണം, നല്ല ജോലി വേണം, പിന്നെ സ്വത്ത് വേണം. അങ്ങനെയുള്ള ആൾക്കാരെ മാത്രമേ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുള്ളൂ എന്നുള്ള ഒറ്റ ചിന്തയും കാര്യങ്ങളൊക്കെയാണ് പല തന്തമാരും ഇപ്പോൾ നാട്ടിലുള്ളത്. അതൊക്കെ മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മക്കളെ ജീവിതം പോകുന്നല്ലാതെ വേറൊന്നും എനിക്ക് പറയാനില്ല. ഈ പെൺകുട്ടികളെങ്കിലും ഇത് നോക്കണ്ടേ? ആ പെണ്ണിനെങ്കിലും പറഞ്ഞോടെ ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞിട്ട് കല്യാണത്തിൻ്റെ അന്ന് അവിടെ വെച്ചാണെങ്കിൽ വേണ്ടെന്നൊക്കെ പറഞ്ഞു. എന്താ ഇഷ്യൂ എന്ന് ചോദിക്കുമ്പോൾ കാര്യം പറയണം, ഇന്നതാണ് ഇഷ്യൂ, ഇന്നതാണ്, ഇന്ന ആൾ ഇങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് പറഞ്ഞാൽ അപ്പം തന്നെ വേണ്ടാന്ന് വെച്ചാൽ മതി. അത് ചെയ്യാതെ ആ പെണ്ണും മണ്ടത്തരം കാണിച്ചത് എന്താ പേരൊക്കെ ചെയ്യേണ്ടത്? സത്യം പറഞ്ഞാൽ വിദ്യാഭ്യാസം കൂടുന്തോറും പെൺകുട്ടികൾക്ക് ഇപ്പോൾ ബോധമില്ലായ്മയും കൂടിക്കൊണ്ടിരിക്കണമെന്നാണ് തോന്നുന്നത്. വീട്ടിൽ ഓളെ ഫാദറിനാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല, അയാളൊരു മണ്ടൻ. എന്നാലും വീട്ടുകാർ സ്വന്തം മകളെ കൊല്ലാനായിട്ട് പറഞ്ഞയച്ചിട്ട് കുത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഇതിനൊക്കെ ചെയ്യേണ്ടത് വരെ? എനിക്കറിയാൻ പാടില്ല ഇവനൊക്കെ എങ്ങനെയാണ് എന്താ പറയുക ഒരച്ഛനായിട്ട് ജീവിച്ചിരിക്കാൻ ഇവനൊക്കെ എന്ത് യോഗ്യതയാണുള്ളത്? നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമൻറ്റ് ആക്കി കൊടുത്താൽ ചാനൽ ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു